ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവിൽ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എങ്ങനെയെന്നുള്ളത് നോക്കാം. ഒരു കപ്പ് അവിൽ എടുത്തിരിക്കുന്നു. അത് നല്ലപോലെ 2-3 പ്രാവശ്യമൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് എണ്ണ ചൂടായിട്ട് ഒരു സ്പൂണ് കടുക് അതിലേക്ക് ഇടുക. ഒന്ന് പൊരിഞ്ഞിട്ട് ഒരു സ്പൂണ് ജീരകം കൂടെ ഇതിലേക്ക് ഇടുക. ജീരകം ഒന്ന് ഇളക്കി അതിൻ്റെ ശേഷം 2-3 സ്പൂണ് നിലക്കടല കൂടെ ഇതിലേക്ക് ഇടാം. അപ്പോൾ നിലക്കടല കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഇതാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നിലക്കടല ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഒരു 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് നല്ല ഇളക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് ഇഷ്ടമാവും എന്നുള്ളതുകൊണ്ടാണ് ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്താൽ കുട്ടികളൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കുക. അപ്പോൾ ഇതൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാം. പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ അവിൽ ഉപ്പുമാവ് നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഇതാ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിരിക്കുന്നു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവിൽ കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുമാവ് ആയി കഴിഞ്ഞതിന് ഇതിലേക്ക് ഒരു സ്പൂണ് നാരങ്ങ നീര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് കൂടെ ഇതിൽ കൊടുക്കാം. അപ്പോൾ ആ പുളിപ്പ് കൂടെ ആവുമ്പോൾ ഉപ്പുമാവ് ഇനിയും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി ഇത് പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.